അസ്സലാമലൈക്കും. പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പൂച്ച നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ടോ? പൂച്ച വീട്ടിൽ വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇസ്ലാമിക പ്രകാരം പൂച്ചകൾ അശുദ്ധരല്ല. അവ വീട്ടിൽ വരുന്നത് ദുശ്ശകുനമോ അല്ല. പൂച്ചകൾ പാപമോ അശുദ്ധിയോ ഉള്ളവയല്ല. മനുഷ്യരോടൊപ്പം വീടുകളിൽ സ്വതന്ത്രമായി നടന്നു നീങ്ങാൻ അനുവാദമുള്ളവയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂച്ചകളെ സ്നേഹിക്കുകയും അവരെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പൂച്ചകൾ കുടിച്ച ബാക്കി വെള്ളം കൊണ്ട് വുളു ചെയ്യൽ അനുവദനീയമാണ്. പൂച്ചകളെ ഉപദ്രവിക്കുകയോ പട്ടിണിക്കിട്ട് കൊല്ലുകയോ ചെയ്യുന്നത് കടുത്ത പാപമാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പൂച്ചകൾ വരാറുണ്ടോ? എത്ര തവണ ആട്ടി ഓടിച്ചാലും വീണ്ടും നിങ്ങളുടെ വീട്ടിൽ വരാറുണ്ടോ? അങ്ങനെ വരുന്നതിന് ചില രഹസ്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത്തെ രഹസ്യം ബർക്കത്തിൻ്റെ അടയാളമാണ്. ഒരു പൂച്ച ഇടയ്ക്കിടയ്ക്ക് ഒരു വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തും അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ അടയാളമാണ്. ചില വീടുകളിൽ പൂച്ച വന്നാൽ ഓടിച്ചു വിടാത്തതിൻ്റെ കാരണവും ഇതാണ്. രണ്ടാമത്തെ രഹസ്യം പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. പൂച്ചകൾ പതിവായി വരുന്ന വീട്ടിൽ ആത്മീയ സുരക്ഷയുണ്ട്. മൂന്നാമത്തെ രഹസ്യം റിസ്ക് വർധനയുടെ അടയാളം. ഇത്തരം വീടുകളിൽ ഉപജീവനത്തിനുള്ള അവസരങ്ങൾ വർദ്ധിക്കുമെന്നും അപ്രത്യക്ഷമായി നന്മകളും സൗകര്യങ്ങളും ലഭിക്കുമെന്നും പറയപ്പെടുന്നു. നാലാമത്തെ രഹസ്യം കരുണയുള്ളവരുടെ വീട്. സ്നേഹവും കരുണയും തിരിച്ചറിയാനുള്ള കഴിവ് പൂച്ചകൾക്കുണ്ട്. കരുണയുള്ള ആളുകൾ താമസിക്കുന്ന വീടുകളിലേക്കാണ് അവ കൂടുതലായി എത്തുന്നത്. അഞ്ചാമത്തെ രഹസ്യം റഹ്മത്തിൻ്റെ അന്തരീക്ഷവും സമാധാനവും സന്തോഷവും നിറഞ്ഞ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന അന്തരീക്ഷമുള്ള വീടുകളെയാണ് പൂച്ചകൾ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിലും പൂച്ചകൾ പതിവായി വരാറുണ്ടോ? ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുമല്ലോ. ഇനി പൂച്ച വീട്ടിൽ വരുമ്പോൾ ഓടിച്ചു വിടാതിരിക്കുക. അസ്സലാമു അലൈക്കും.